കാലിക്കറ്റ് ബുക്ക് ക്ലബ് പ്രഭാഷണം നടത്തി. മലയാള സിനിമയുടെ നവഭാവുകത്വത്തെക്കുറിച്ച് നടന്ന പ്രഭാഷണ പരിപാടി കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് ബുക്ക് ക്ലബ്ബ് സുവർണ ജൂബിലി പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി മലയാള കവിതയുടെ നവഭാവുകത്വം എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രഭാഷണം നടത്തിയത്. പരിപാടി കവി വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കവിത എഴുതുന്ന ഒരാൾക്ക് കവിത എഴുതുന്നതാണ് എളുപ്പം. കവിതയെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കവിതയെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് കവിത എഴുതുന്ന പോലെ സത്യസന്ധമാകണം എന്നും ഇല്ല. കാരണം ഒരു കവിക്ക് ഏറ്റവും സത്യസന്ധനായിരിക്കാൻ കഴിയുക അയാളുടെ കവിതയിലാണ്. ജീവിതത്തിൽ പോലും അതത്രമാത്രം സാധ്യമാണോ എന്ന് എനിക്ക് സംശയമാണ്. ലോകപ്രസിദ്ധനായിട്ടുള്ള ഹീബ്രു കവി യഹൂദ അമിഖായി അദ്ദേഹം തന്റെ ജീവിതത്തിൽ വലിയൊരു കാലയളവ് ബ്രിട്ടീഷ് ആർമിയിലും പിന്നീട് ഇസ്രായേൽ നാഷണൽ ആർമിയിലും പട്ടാളക്കാരനായി ജീവിച്ച മനുഷ്യനാണ്. നേരിട്ട് തന്നെ യുദ്ധക്കളത്തിൽ പോയി ആയുധമെടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ. പക്ഷെ അദ്ദേഹത്തിന്റെ കവിത വായിക്കുമ്പോൾ ആരാണ് യഥാർത്ഥത്തിലുള്ള യഹൂദ അമിഖായി എന്ന് നമ്മൾ അത്ഭുതപ്പെടും. കവിയും ഗാനരചയിതാവുമായ പി.കെ. ഗോപിയെ ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ കലോത്സവ വിജയികളായ എ. ചെറുത്തുപർണ, എസ്. ശ്രീധർജ്, ആർ.ജി. വൈഷ്ണവി, ആർ.ജി. അധ്യാത്മിക, അർച്ചന എസ്. വാര്യർ, കെ.പി. നിരഞ്ജന, അനാമിക എം. ബാബു എന്നിവർ ചേർന്ന് കാവ്യമാലിക അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന കവി സമ്മേളനത്തിൽ മുണ്ട്യാടി ദാമോദരൻ, ആർ. മോഹനൻ, കെ. ആനന്ദ്, സുനിൽ ജോസ്, സാൽവിൻ ജോൺ, വിനു നീലേരി, രാജീവ് പെരുമൺപുറ, വരദേശ്വരി, മോഹനൻ പുതിയോട്ടിൽ, ബാലു പൂക്കാട്, അജിത്ത് മാധവ് തുടങ്ങിയവർ കവിതകൾ അവതരിപ്പിച്ചു. വിൽസൺ സാമുവൽ അധ്യക്ഷനായിരുന്നു. കവി പി. ശ്രീധരനുണ്ണി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഡോക്ടർ എൻ.എം. സണ്ണി, റോയ് കാരാത്ര എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മടവൂർ കോൽക്കളി സംഘം സംഘടിപ്പിക്കുന്ന